So hello guys, welcome back. ഇന്ന് ജൂലൈ 28 ഇന്നത്തെ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് അതായത് ചാർട്ട് ഒന്ന് ചുമ്മാ അനലൈസ് ചെയ്ത് നോക്കാം. ചാർട്ടിൽ ഓൾറെഡി ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് ലൈനും ബ്ലൂ ലൈനും നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം. സോ റെഡ് ലൈനിൽ ടച്ച് ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് അവിടുന്ന് പുട്ട് ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. അതുപോലെ തന്നെ ബ്ലൂ ലൈൻ ടച്ച് ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് അവിടുന്ന് കോള് ബൈ ചെയ്യാനും പ്ലാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബ്ലൂ ലൈൻ ടച്ച് ആയപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് എൻ്റെ പ്ലാൻ അനുസരിച്ച് എനിക്ക് എൻട്രി കിട്ടിയിട്ടില്ല. ഞാൻ ഈ റെഡ് ലൈനായിട്ട് ഞാൻ വരച്ചിരിക്കുന്നത് വേണമെങ്കിൽ അതൊരു ലിക്വിഡിറ്റി ലെവലായിട്ട് പരിഗണിക്കാവുന്നതാണ്. ആക്ച്വലി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പുട്ട് ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. ആൻഡ് കൃത്യം ആ ലൈനിൽ തന്നെ ഒരു ഡോജി ക്യാൻഡിലൊക്കെ ഫോം ആയ ശേഷം കുറച്ചു നേരം അവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അത്യാവശ്യം നല്ല ഫോൾ തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നീട് മാർക്കറ്റ് ഈ റെഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്ന് അത്യാവശ്യം ആ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ ഇത് ക്രോസ് ചെയ്ത് പോകുന്നു വിചാരിച്ചല്ല, ബട്ട് നന്നായി ബ്രേക്ക് ചെയ്ത് ആക്ച്വലി താഴോട്ട് പോയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ആയിട്ടുണ്ടാവും. ബട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ നിന്നൊക്കെ ഞാൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടാവും. കാരണം ക്യാൻഡിൽ ബേസ് വെച്ചിട്ട് ഞാൻ ക്യാൻഡിൽ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ആളാണ്. സോ എൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഏറെക്കുറെ കൺഫേം ആണ് ഇത് ബുള്ളിഷ് ആണെന്നുള്ളത്. സോ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ കൺഫേം ആയിട്ടും ഈ ഒരു ലെവലിൽ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഞാൻ ട്രേഡ് എടുക്കാറില്ല. ആൻഡ് ടാർഗറ്റ് ആണെങ്കിലും ഈ ഒരു ലെവല് ഇതിൻ്റെ ഒരു ഹൈയിലായിരിക്കും ഞാൻ ടാർഗറ്റ് വെക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ എന്തായാലും ടാർഗറ്റ് ഫിക്സ് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ റെഡ് ലൈന് ടച്ച് ആകുകയാണെങ്കിൽ ഞാൻ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ടാവുന്നു. ആക്ച്വലി ഈ ഒരു ക്യാൻഡില് ബ്രേക്കായി മേലോട്ട് പോയില്ലേ, സോ ഇവിടുന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. കാരണം ജസ്റ്റ് എനിക്ക് ആ എൻ്റെ എൻട്രി ആയിട്ട് ഞാൻ പരിഗണിക്കുന്നതാണ്. സോ ടച്ച് ചെയ്ത് പിന്നെ അത് വന്നത് ഒരു ഡോജി പോലത്തെ ഒരു ക്യാൻഡിലാണ്. സോ അവിടുന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു. കൺഫേം അല്ല, ബട്ട് അങ്ങനെ റിവേഴ്സ് ആവുന്നതാണ് എൻ്റെ ഒരു രീതി. ബട്ട് മേ ബി നമുക്കത് ഒരു ജസ്റ്റ് ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. മേ ബി അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുന്ന സാധ്യതകൾ ഒരുപാടാണ്. ബട്ട് എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുട്ട് ബൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ആൾസോ ഞാൻ ഇവിടെ തന്നെ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും.